ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് ജൂൺ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂണിൻ്റെ മെസ്സേജ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ എന്താണ് ലിയോ? 6 of Swords ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. നിങ്ങളുടെ കറണ്ട് ജൂൺ എനർജി King of Swords, future energy 6 of Cups, നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 8 of Swords, നിങ്ങളുടെ അഡ്വൈസ് 4 of Cups, നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ ജസ്റ്റിസ്, നിങ്ങളുടെ ഓവറോൾ എനർജി ജൂൺ മാസത്തിൻ്റെ 5 of Swords ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഔട്ട്കം ആണ് 10 of Pentacles. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യാം. അപ്പോൾ ലിയോ ഇവിടെ 5 of Swords ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു കുറേ ഒരു അൺഹെൽതി കോമ്പറ്റീഷൻ്റെ എനർജിയാണ്. നിങ്ങളും നിങ്ങളുടെ കലീഗ്സിൻ്റെ അടുക്കെ ഇല്ലെങ്കിൽ നിങ്ങളും വേറെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുക്കെ എന്തെങ്കിലും ഒരു മേ ബി എന്തെങ്കിലും ഒരു അൺഹെൽതി വേയിൽ ഒരു കോമ്പറ്റേറ്റീവ് എനർജി ഉണ്ടാവാം. കുറേ ജെലസ് എനർജീസും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സക്സസ് നോക്കിയിട്ട് നിങ്ങളുടെ പ്രോഗ്രസ് കണ്ടിട്ട് ചിലവർ ജെലസ് ആണ്. അപ്പോൾ അതിൻ്റെ കാരണം നെഗറ്റീവ് എനർജീസ് നിങ്ങളെ കുറേ സറൗണ്ട് ചെയ്യണു. ഇത് പാർട്ട്ണർഷിപ്പിലും ആവാം, റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലും ആവാം. രണ്ട് പാർട്ട്നേഴ്സിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ കാര്യത്തിൽ ഫൈറ്റ് ചെയ്യുക, ചെറിയ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവുക, വേറെ ആൾക്കാർ ഇതിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് ഇൻ്റർഫിയർ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങളുടെ എനർജി എന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു നെഗറ്റീവ് എനർജിയാണ്. 6 of Swords ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ പാസ്റ്റിൽ എന്തോ ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ അതിനെ നിങ്ങൾ വിട്ടിട്ട് മുമ്പോട്ടാണ് പോകാൻ നോക്കണത്. നിങ്ങൾ കാമർ സ്റ്റേബിൾ വാട്ടേഴ്സിൻ്റെ ഡിറക്ഷനിലാണ് പോണേ. അപ്പോൾ ജൂൺ ആകുമ്പോഴേക്കും നിങ്ങളുടെ എനർജി കുറേയൊക്കെ സെറ്റിൽ ഡൗൺ ആവും, കുറേയൊക്കെ സ്റ്റെബിലിറ്റി വരും നിങ്ങളുടെ എനർജിയിൽ. കിങ് ഓഫ് സോർഡ്സ് ആണ് നിങ്ങളുടെ ജൂൺ എനർജി. അപ്പോൾ ജൂണിൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ കുറേ ഒരു പ്രാക്ടിക്കൽ എനർജിയിലാണ്, കുറേ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, ക്ലിയർ തോട്ട്സിലാണ്. പക്ഷെ നിങ്ങളുടെ ഇമോഷൻസ് എന്താണെന്ന് ആർക്കും അറിയില്ല. നിങ്ങൾ കുറേ ഗാർഡഡ് ആണ്. നിങ്ങളുടെ ഇമോഷൻസ് അത്ര എക്സ്പ്രസ് ചെയ്യില്ല. അപ്പോൾ ഇതൊരു കുറേ ഒരു ഗാർഡഡ്, ഇമോഷണലി ഗാർഡഡ് പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾ എന്താ സംസാരിക്കണേ, റിയാക്ട് ചെയ്യണേ എല്ലാം ഒരു പ്രാക്ടിക്കൽ തരത്തിലാണ്. നിങ്ങളുടെ മനസ്സിൽ എന്താ നടക്കണമെന്ന് ആർക്കും അറിയില്ല. 6 of Cups ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ. അപ്പോൾ ജൂൺ വിട്ടു പോകുമ്പോൾ ഞാനൊരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരണത് കാണുന്നുണ്ട്. ഇതൊരു റീകൺസിലിയേഷൻ ആവാം, ഓറെൽസ് ഒരു പാസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, ഓറെൽസ് ഇത് നിങ്ങൾ മേ ബി പാസ്റ്റ് പേഴ്സണെ കുറിച്ച് അവരെ കുറേ മിസ് ചെയ്യുമ്പോഴും ഈ എനർജി കാണും. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ചാണ് 8 of Swords. അപ്പോൾ 8 of Swords ഒരു സ്റ്റാഗ്നൻസിയുടെ എനർജിയാണ്. നിങ്ങൾ കുറേ സ്റ്റാഗ്നൻ്റ് ആയിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക, സ്റ്റക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ട അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ ഒരു മെൻറ്റൽ സ്റ്റാഗ്നൻസിയാണ്. ഫിസിക്കലി നിങ്ങൾ ഏതാ ഡയറക്ഷനിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് പോവാം. പക്ഷേ മെൻ്റലി നിങ്ങളുടെ മനസ്സ് അതിനെ അക്സെപ്റ്റ് ചെയ്യില്ല ഇതുവരെ. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും സ്റ്റാഗ്നൻ്റായി ഫീൽ ചെയ്യണത്. അഡ്വൈസ് എന്താ വെച്ചാൽ 4 of Cups ആണ്. അപ്പോൾ യൂണിവേഴ്സ് ആക്ച്വലി പറയണത് ഇവിടെ എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു ഓഫർ വന്നിരിക്കണു, ഒരു സൊല്യൂഷൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കണു. പക്ഷേ നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്തു, നിങ്ങൾ അതിനെ ശ്രദ്ധിച്ചില്ല. എന്നുവെച്ചാൽ നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു, നിങ്ങൾ വേറെ കാര്യത്തിലായിരുന്നു പ്രീ ഓക്യുപ്പൈഡ് ആയിണ്ടായിന്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി, ഈ ഓഫർ, ഈ സൊല്യൂഷൻ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് അറിയില്ല, പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ അതിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര സ്റ്റാഗ്നൻ്റ് ആയി ഫീൽ ചെയ്യണത്. ആക്ച്വലി നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മേ ബി ഇതൊരു ആരും നിങ്ങളെ കോൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ മിസ് കോൾസ് ചെക്ക് ചെയ്യുക, മെയിൽസ്, സ്പാം മെയിൽസ് ചെക്ക് ചെയ്യുക.
ഓറൽസ് നിങ്ങൾ ഓർത്ത് നോക്കുക, ആരെങ്കിലും എന്തോ പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ തന്നിരിക്കണോ, നിങ്ങൾക്ക് അറിയാം ഈ സൊല്യൂഷൻ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ അതിനെ നിങ്ങൾ ശ്രദ്ധിക്കാണ്ടാണ് അതൊരു സൊല്യൂഷനായിട്ട് നിങ്ങൾ കാണാത്തത്. അപ്പോൾ എന്തോ മിസ് ഔട്ട് ആയിട്ടുണ്ട്, ഒരു സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ അത് മിസ് ഔട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തിരിച്ചു പോയി പാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് നിങ്ങൾ ഓർത്ത് നോക്കുക, അവിടെ എവിടെയോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലമിന്റെ സൊല്യൂഷൻ കിട്ടും. ജസ്റ്റിസ് ആണ് ഇവിടെ ലീബ്ര എനർജി നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ ഹിഡൻ ഫാക്ടറിൽ ഞാൻ കാണുന്നത് ബാലൻസ് ആണ്, ഒരു ലീഗൽ സിറ്റുവേഷനിൽ ഒരു സൊല്യൂഷൻ കിട്ടണ എനർജിയാണ്. ഇത് റീകൺസിലിയേഷനും ആവാം ചില കേസസിൽ, പക്ഷേ ഇതൊരു കാർമിക് ജസ്റ്റിസിന്റെ എനർജിയും ആണ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ എല്ലാം കാര്യങ്ങൾ ശരിയാവും എൻഡിൽ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും ഇത് ശരിയായില്ല, ആൾക്കാർ കുറെ അൺഫെയർ ആയിരുന്നു, പക്ഷെ ആ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ആവും. നിങ്ങളുടെ ഓവറോൾ ഔട്ട്കം 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇത് കുറെ പോസിറ്റീവ് എനർജിയാണ്, കുറെ സ്റ്റെബിലിറ്റി അബണ്ടൻസിന്റെ എനർജിയാണ്, ഫാമിലി സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്, കുറെ നല്ല എനർജിയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഔട്ട്കം കുറെ പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ 5 സ്വർഡ്സ് നിങ്ങളുടെ ലൈഫിൽ കുറെ ബൾക്കായിട്ട് പൈസയും വരാൻ പോകുന്നുണ്ട്. അതും ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഇത് മേ ബി പ്രോപ്പർട്ടി വിൽക്കണത് ഇല്ലാച്ചാ ഇൻഹെറിറ്റൻസ്, ലോട്ടറി, അങ്ങനത്തെ ഒരു വലിയ ബൾക്ക് എമൗണ്ട് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ 5 സ്വർഡ്സ് ഇവിടെ എന്തുകൊണ്ടാണ് ഈ എനർജി നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ ഇത് ഒരു ലവ് റിലേഷൻഷിപ്പിലായിരിക്കും പ്രോബ്ലംസ് ഉണ്ടാവുക, ഓറൽസ് ഞാൻ പറഞ്ഞ മാതിരി ഈ നെഗറ്റിവിറ്റി വരണത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ക്ലോസ് ആൾക്കാരുടെ അടുത്തുനിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 6 സ്വർഡ്സ് നിങ്ങളുടെ പാസ്റ്റ് എനർജി എന്താണ്? 5 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ പാസ്റ്റിൽ എന്തോ ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു, ഒരു റിജക്ഷൻ മാതിരി ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ നിങ്ങൾ വിട്ടിട്ട് മുമ്പോട്ടാണ് പോണത്. എസ്പെഷ്യലി ഫിനാൻഷ്യലി ചില ലോസസ് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അങ്ങനെയാണ് വെച്ചാൽ ഈ മാസം നിങ്ങൾ കുറച്ചുകൂടിയും ഒരു സ്റ്റേബിൾ എനർജിയിലായിരിക്കും ഫിനാൻഷ്യലി ആൻഡ് ഇമോഷണലി. കിങ് ഓഫ് സോർഡ്സ് നിങ്ങളുടെ കറണ്ട് എനർജി എന്തുകൊണ്ടാണ്? നൈറ്റ് ഓഫ് വാൻഡ്സ്. ഇതിന്റെ മുമ്പേ നിങ്ങൾ കുറെ അൺഷുവർ ആയിരുന്നു, കുറെ നിങ്ങളുടെ എനർജി അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈതർ നിങ്ങളുടെ ലൈഫിൽ ഒരു കൺസൾട്ടന്റ് വരും, ഇല്ലാച്ച ഒരു ഹെൽപ്പ് ചെയ്യണ ഒരു പേഴ്സൺ വരും, അവർ നിങ്ങളെ ഈ സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യാൻ നോക്കും, കുറച്ചുകൂടിയും സ്റ്റെബിലിറ്റി കൊണ്ടുവരും നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു ഫ്രണ്ട് ആവാം, പ്രൊഫഷണൽ പേഴ്സൺ ആവാം, ഇതൊരു ബോസ് ആവാം. അപ്പോൾ ഏതോ ഞാനൊരു കാണുന്നത് ഈ പേഴ്സൺ കുറെ ഞാൻ പറഞ്ഞ മാതിരി ഡിറ്റാച്ച്ഡ് ആണ്. ഇത് നിങ്ങളുടെ എനർജിയും ആവാം, പക്ഷെ മേ ബി നിങ്ങൾ വേറെ ഒരു പേഴ്സന്റെ ഹെൽപ്പ് എടുക്കുന്നുണ്ടാവും ഈ സിറ്റുവേഷന് കുറച്ചൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ. ഇപ്പോൾ നമ്മൾക്ക് ഫിനാൻഷ്യൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു CAയുടെ അടുത്ത് പോകും, അങ്ങനെ എന്തോ ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് മേ ബി നിങ്ങൾ എടുക്കുന്നുണ്ടാവും ഈ സമയത്ത്. ആൻഡ് ആ പേഴ്സൺ നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ കരിയർ ഓറൽസ് ലവ് അതിൽ എന്തോ ഒരു ഹെൽപ്പ് ചെയ്യണ മാതിരി എനർജി ഞാൻ കാണുന്നു. ലവ് ആണെച്ചാൽ ഇതൊരു കൗൺസിലർ ആവാം, ഓറൽസ് ഒരു ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, അവർ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അഡ്വൈസ് തരുന്നുണ്ടാവും. ഈ പേഴ്സൺ ആരാണെന്ന് നമ്മൾക്ക് നോക്കാം. ഈ നൈറ്റ് ഓഫ് സോർഡ്സ്, ക്വീൻ ഓഫ് വാൻഡ്സ്. അപ്പോൾ അഗൈൻ ഈ പേഴ്സൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് വരണത്. എന്ന് വെച്ചാൽ നിങ്ങൾ നൈറ്റ് ഓഫ് വാൻഡ്സിന്റെ എനർജിന്ന് ക്വീൻ ഓഫ് വാൻഡ്സിന്റെ എനർജിയിലേക്കാണ് പോണേ. അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് കുറെ ഗെയിൻ ആവുന്നുണ്ട് ഈ പേഴ്സന്റെ ഹെൽപ്പിന്റെ കാരണം. അത് മാത്രമല്ല കുറച്ചുകൂടിയും സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ എനർജിയിൽ. ഈ 6 ഓഫ് കപ്സ് എന്താണ് ഫ്യൂച്ചറിൽ? മെജിഷ്യൻ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു പാസ്റ്റ് പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ആൻഡ് ആ പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരും. ജൂൺ എൻഡിൽ വെച്ച് ജൂലൈ ആവുമ്പോഴേക്കും ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. 8 ഓഫ് സോർഡ്സ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചാലഞ്ച്? ഏസ് ഓഫ് സോർഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഈ സ്റ്റക്കും സ്റ്റാഗ്നന്റ് ഫീൽ ചെയ്യണത് എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല, നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല, ഒരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കൺഫ്യൂസ്ഡ് ആയിട്ട് സ്റ്റക്കും സ്റ്റാഗ്നന്റ് ആയി ഫീൽ ചെയ്യണത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഓൾറെഡി നിങ്ങൾക്കൊരു സൊല്യൂഷൻ വന്നിട്ടുണ്ട്, മേ ബി നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്തു. ഹാങ് മാൻ. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ
മേ ബി നിങ്ങൾ ആ സമയത്ത് ആ ഓഫറിനെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവും, ഇത് വിചാരിച്ചിട്ട് ദാറ്റ് ഇത് ഒരു നല്ല ഓഫർ അല്ലാന്ന്. പക്ഷെ മേ ബി ഇതിനെ നിങ്ങൾ റീവിസിറ്റ് ചെയ്താ ഈ സമയത്ത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യും. ആ ഓഫറിനെ ആദ്യം നിങ്ങൾ റീകൺസിഡർ ചെയ്തു വെച്ചാൽ. അപ്പൊ എന്തോ പാസ്റ്റിൽ വന്ന ഓഫർ നിങ്ങൾക്ക് ഇപ്പോൾ റീകൺസിഡർ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. വേറൊരു പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ നോക്കാനാണ് യൂണിവേഴ്സ് പറയണത്. ജസ്റ്റിസ് ഇവിടെ എന്തുകൊണ്ടാണ് ഹിഡൻ ഫാക്ടർ? അപ്പൊ നിങ്ങളുടെ ഡയറക്ഷനിൽ ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട്, ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി ഒരു നല്ല ബാലൻസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ പറഞ്ഞ മാതിരി കാർമിക് ജസ്റ്റിസ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. 10 of Pentacles ഇവിടെ എന്താണ് ഔട്ട്കം? 4 of Wands. അപ്പോൾ അഗൈൻ റിലേഷൻഷിപ്പ് വൈസ് ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നു നിങ്ങളുടെ ഔട്ട്കം ആയിട്ട്. ഇത് റിലേഷൻഷിപ്പ് അല്ലാച്ചാൽ മേ ബി നിങ്ങൾ പ്രോപ്പർട്ടിയുടെ സെയിൽ കാരണം നിങ്ങൾക്ക് കുറേ പൈസ വരുന്നുണ്ടാവും. ഇവിടെ വീടിൻ്റെ ഞാൻ എനർജി കാണുന്നു. അതല്ലാച്ചാൽ നിങ്ങൾ ലോൺ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെച്ചാൽ മേ ബി ലോൺ അപ്രൂവ് ആവും ആൻഡ് നിങ്ങളൊരു പുതിയ വീട് വാങ്ങിക്കുന്നുണ്ടാവും. എന്തായാലും കുറേ അബണ്ടൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പൈസ കിട്ടിയോണ്ട് നിങ്ങൾ മേ ബി ഒരു പുതിയ വീടായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവും. അതും ഒരു എനർജി ഞാൻ ഇവിടെ കാണുന്നു. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓറക്കിൾ മെസ്സേജസ്? ലിയോയ്ക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ഇവിടെ, ഹോൾഡ് യുവർ വിഷൻ, ഫിക്സ്ഡ് മൂൺ. അപ്പം നിങ്ങളുടെ എന്താ ഐഡിയാസ് ഇല്ല വെച്ചാൽ ആ വിഷനെ ഹോൾഡ് ചെയ്യുക. എന്നുവെച്ചാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഞാൻ പറഞ്ഞ മാതിരി ട്രൂ ആവുന്നുണ്ട് ആൻഡ് നിങ്ങൾ ഡെഫിനറ്റ്ലി ആ ഗോളിനെ അച്ചീവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലിയോ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ജെമിനായ്, ലീബ്ര, ഏരീസ്, എക്വേരിയസ്, പൈസീസ്, ക്യാൻസർ, കാപ്രിക്കോൺ, ഇതൊക്കെയാണ് മേജർ സൈൻസ് ഇവിടെ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ ഒരു പേഴ്സണൽ ആയിട്ട് റീഡിങ് വേണം വെച്ചാൽ എന്നെ ബുക്ക് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട്. വെബ്സൈറ്റിൽ എൻ്റെ ഒരു വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അന്ന് ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. അതല്ല വെച്ചാൽ എന്നെ ഇമെയിൽ ചെയ്യുക. ഇമെയിൽ ചെയ്താലും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, അപ്പോൾ അത് സൂക്ഷിക്കുക, അത് ശ്രദ്ധിക്കുക. ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം. ആൻഡ് അത് ഓക്കെ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നെ ബുക്ക് ചെയ്യാം. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.